നമസ്കാരം. മാരക പ്രഹരശേഷിയുള്ള ക്ലസ്റ്റർ ബോംബ് പോർമുനകൾ ഘടിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയ. 3 ദിവസത്തിനുള്ളിൽ ഉത്തര കൊറിയ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളിൽ ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് പ്രധാന വിവരം. ആ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കിഴക്കൻ തീരപ്രദേശത്ത് നിന്നും ഉത്തര കൊറിയ ഒന്നിലധികം മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വിശദീകരണം എത്തിയത്. തിങ്കളാഴ്ച ആരംഭിച്ച ആയുധ പരീക്ഷണങ്ങൾ 3 ദിവസം നീണ്ടു നിന്നതായും ഉത്തര കൊറിയ വ്യക്തമാക്കുന്നുണ്ട്. വിമാനവേദ ആയുധങ്ങൾ, വൈദ്യുത കാന്തിക ആയുധങ്ങൾ, കാർബൺ ഫൈബർ ബോംബുകൾ എന്നിവയുടെ പ്രദർശനം നടന്നതായാണ് റിപ്പോർട്ട്. റഷ്യയുടെ ഇസ്കന്ദർ മിസൈലുകളോട് സാമ്യമുള്ള ഹോങ്സോങ് 11 ബാലിസ്റ്റിക് മിസൈലുകളിലാണ് ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച് പരീക്ഷിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് താഴ്ന്ന് ഉയരത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ. ഇത്തരം പോർമുനകൾ ഘടിപ്പിച്ച ഹ്രസ്വദൂര മിസൈലുകൾക്ക് 17 ഏക്കർ വരെ പ്രദേശം കത്തിച്ചാമ്പലാക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടിലെ അവകാശവാദം. മിസൈൽ പരീക്ഷണം നടന്നതായി ദക്ഷിണ കൊറിയൻ സൈന്യമാണ് ആദ്യം അറിയിച്ചത്. ബുധനാഴ്ച വിക്ഷേപിച്ച മിസൈലുകൾ 240 മുതൽ 700 കിലോമീറ്റർ വരെ സഞ്ചരിച്ച ശേഷം കടലിൽ പതിച്ചതായാണ് ദക്ഷിണ കൊറിയൻ സൈനിക മേധാവി അറിയിച്ചത്. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പോങ്യാങ്ങിനു സമീപത്തു നിന്നും ഇതിന് തലേന്ന് മറ്റൊരു മിസൈൽ പരീക്ഷണം നടത്തിയതായും ദക്ഷിണ കൊറിയ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബ് പോർമുനകളുടെ പരീക്ഷണം നടത്തിയെന്ന ഉത്തര കൊറിയയുടെ അവകാശവാദങ്ങളോട് ദക്ഷിണ കൊറിയൻ സൈന്യം പ്രതികരിച്ചിട്ടില്ല. 2019 അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതിനു ശേഷം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പകരം ആണവ മിസൈൽ വികസന പദ്ധതികൾ കിം വേഗത്തിലാക്കി. ഇതോടെ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുവാനും കിം ശ്രമിക്കുന്നുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി വ്യാഴാഴ്ച ഉത്തര കൊറിയയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്നുണ്ട്.